ആറാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കാനിരിക്കെ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. 6 സംസ്ഥാനങ്ങളിലും ദേശീയ തലസ്ഥാന നഗരപ്രദേശമായ ഡൽഹിയിലും കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിലുമായി 58 മണ്ഡലങ്ങളിലേക്കാണ് 25-ന് വോട്ടെടുപ്പ്. കർഷക പ്രതിഷേധം അലയടിക്കുന്ന ഹരിയാനയിലും ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യം മത്സരിക്കുന്ന ഡൽഹിയിലും ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് പൂർത്തിയാകും. ഒഡീഷയിലെ 6 ലോക്സഭാ മണ്ഡലങ്ങൾക്കൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കും. കർഷക പ്രതിഷേധം ആളിക്കത്തുന്ന ഹരിയാനയിലെ 10 സീറ്റുകളും കോൺഗ്രസും ആം ആദ്മിയും സഖ്യമായി മത്സരിക്കുന്ന ഡൽഹിയും 6ാം ഘട്ടത്തിലെ പ്രധാന പോരാട്ട കേന്ദ്രമാണ്. ഡൽഹി മദ്യനയവും കെജ്രിവാളിന്റെ അറസ്റ്റും ജാമ്യവുമെല്ലാം പ്രചരണായുധമാക്കി BJPയും ആം ആദ്മി പാർട്ടിയും നേർക്കുനേർ കൊമ്പുകോർക്കുന്നു. മുൻ കേന്ദ്രമന്ത്രി സുഷമ സ്വരാജിന്റെ മകൾ ബൻസൂരി സ്വരാജും മുതിർന്ന AAP നേതാവ് സോംനാഥ് ഭാരതിയും ഏറ്റുമുട്ടുന്ന ന്യൂഡൽഹി മണ്ഡലമാണ് ശ്രദ്ധാകേന്ദ്രം. സിറ്റിംഗ് MP മനോജ് തിവാരിയും കോൺഗ്രസ് നേതാവ് കനയ്യകുമാറും ഏറ്റുമുട്ടുന്ന നോർത്ത് ഈസ്റ്റ് ഡൽഹിയാണ് മറ്റൊരു താരമണ്ഡലം. ഡൽഹിയിൽ 2019-ൽ 10 സീറ്റും നേടിയ BJPക്ക് ഇത്തവണ കാര്യങ്ങളത്ര എളുപ്പമാവില്ല. BJP നേതാവും മുൻ ഹരിയാന മുഖ്യമന്ത്രിയുമായ മനോഹർലാൽ ഖട്ടർ മത്സരിക്കുന്ന കർണാൽ മണ്ഡലവും കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര സിംഗ് ഹൂഡയുടെ മകൻ ദീപേന്ദർ സിംഗ് ഹൂഡ മത്സരിക്കുന്ന രോഹ്തക് മണ്ഡലവുമാണ് പ്രധാന ശ്രദ്ധാകേന്ദ്രം. മുൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ അശോക് തൻവർ BJPക്ക് വേണ്ടിയും കുമാരി ഷെൽജ കോൺഗ്രസിനായി മത്സരിക്കുന്ന സിർസ മണ്ഡലത്തിലും ഫലം പ്രവചനാതീതമാണ്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ഹരിയാനയിലെ കുരുക്ഷേത്ര മണ്ഡലത്തിൽ BJPക്കെതിരെ AAP മത്സരിക്കുന്നു. 14 സീറ്റുകളിൽ മത്സരം നടക്കുന്ന UPയിൽ മേനകാ ഗാന്ധി മത്സരിക്കുന്ന സുൽത്താൻപൂർ താരമണ്ഡലമാണ്. UPയിലെ അലഹബാദ്, ആസംഗഡ് മണ്ഡലങ്ങളും 6ാം ഘട്ടത്തിൽ ഉൾപ്പെടും. 8 സീറ്റുകളിൽ മത്സരം നടക്കുന്ന പശ്ചിമ ബംഗാളിൽ കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജി സ്ഥാനം രാജിവെച്ച് മത്സരത്തിനിറങ്ങിയ അഭിജിത് ഗംഗോപാധ്യായ മത്സരിക്കുന്ന തംലൂക് മണ്ഡലവും ഉൾപ്പെടും. ഒഡീഷയിൽ ഭുവനേശ്വർ, പുരി, സാമ്പൽപൂർ എന്നിവിടങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരമാണ്. റാഞ്ചി, ജംഷഡ്പൂർ ഉൾപ്പെടുന്നതാണ് ജാർഖണ്ഡിലെ 4 മണ്ഡലങ്ങൾ. ബീഹാറിൽ പശ്ചിമ, പൂർവ്വ ചമ്പാരൻ മണ്ഡലങ്ങൾ ഉൾപ്പെടെ 8 മണ്ഡലങ്ങളിലും പ്രചാരണം ശക്തമാണ്. PDP നേതാവും ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രിയുമായ മെഹബൂബ മുഫ്തി മത്സരിക്കുന്ന അനന്ത്നാഗ്, രജൌരി മണ്ഡലവും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ തവണ കൈപ്പിടിയിലൊതുക്കിയ മണ്ഡലങ്ങൾ നിലനിർത്താൻ BJP ശ്രമിക്കുമ്പോൾ പരമാവധി സീറ്റുകൾ പിടിച്ചെടുക്കാനാണ് പ്രതിപക്ഷ സഖ്യം ഇന്ത്യയുടെ ശ്രമം. അമൃത ന്യൂസ്, ന്യൂഡൽഹി.